വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ 6 പേർ കൊല്ലപ്പെട്ടു. റഫയിൽ ഇസ്രായേൽ സൈനികർക്ക് പിന്തുണ നൽകിയ ഹമാസ് വിരുദ്ധ സായുധ സംഘ തലവൻ യാസിർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ 3 ഫലസ്തീനികളുടെ മരണം കൊലപാതകമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഗസയിലേക്കുള്ള റഫ അതിർത്തി ഭാഗികമായി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു. ഗസയിൽ നിന്ന് ഫലസ്തീനികൾക്ക് പുറത്തുപോകാൻ മാത്രമേ അനുമതിയുണ്ടാകൂ. ഗസയിലേക്ക് ഫലസ്തീനികൾക്ക് തിരികെ വരാൻ ഇസ്രായേൽ അനുവദിക്കില്ല. എല്ലാ ബന്ദികളുടെയും മൃതദേഹം ഹമാസ് തിരികെ നൽകാതെ റഫ അതിർത്തി പൂർണ്ണമായും തുറക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവശേഷിച്ച ഒരു ബന്ദിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ ഊർജിതം. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിന് യാതൊരു വിലയും നൽകാതെ ഇസ്രായേൽ ആക്രമണം ഗസയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ ഇന്ന് മാത്രം 6 പേരുടെ കൂടി മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗസയിൽ. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് റഫ അതിർത്തി ഭാഗികമായെങ്കിലും തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗസയിലേക്ക് ജനങ്ങളെ വരാൻ റഫ അതിർത്തി തുറക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ നേരത്തെ വെടിനിർത്തൽ കരാറിലും സൂചന ഉണ്ടായിരുന്നത് റഫ അതിർത്തി പൂർണ്ണമായും തുറക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ അത് ഇതുവരെയും തുറന്നിട്ടില്ല. തുറക്കാമെന്ന് പലതവണ ഇസ്രായേൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഭാഗികമായി തുറക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ തീരുമാനം പ്രാബല്യത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ നാസർ? അനീഷ, ഏതാണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് ഇപ്പോൾ 54 ദിവസം പിന്നിടുകയാണ്. ഈ ഒരു സമയം കണക്കുകൂട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 598 തവണയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെതായിട്ടുള്ള ആക്രമണങ്ങൾ ഗസയിൽ തുടരുന്നത്. 360-ലധികം പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഈ വെടിനിർത്തൽ ഉള്ള അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ അധിക പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലുമാണ്. റഫയിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ രാത്രിയിലും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇനി ബന്ദികളുടേതായിട്ട് കൈമാറാനുള്ളത് ഒറ്റ മൃതദേഹം മാത്രമാണ്. അത്തരമൊരു ഘട്ടത്തിൽ എന്തായാലും പ്രതിസന്ധി തീരും, 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഒരു വലിയ പ്രതീക്ഷ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷാ സമിതി യോഗം ചേരുകയും കൂടുതൽ ശക്തമുള്ള ആക്രമണ പരിപാടികൾ റഫ ഉൾപ്പെടെയുള്ള ഗസയിൽ തുടരാനുള്ളൊരു തീരുമാനം ഈ മന്ത്രിസഭാ സമിതി കൈക്കൊണ്ടതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ 1 ലക്ഷം ഫലസ്തീനികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. 2 കൊല്ലത്തിലേറെ നീണ്ട ആ വംശഹത്യ ഒരു വെടിനിർത്തൽ ഘട്ടത്തിലും തുടരുന്നു. അത് ഇനിയും കൂടുതൽ ശക്തമായിട്ട് തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നെതന്യാഹു സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈനിക നേതൃത്വത്തോട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി എന്നത് യാസിർ അബു ഷബാബിൻ്റെ കൊലയാണ്. കാരണം റഫയിൽ നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ആ വെടിനിർത്തലിന് തൊട്ട് മുമ്പ് വരെയും ഇസ്രായേലിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഹമാസ് വിരുദ്ധമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയ ഒരു സായുധ സംഘത്തിൻ്റെ നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ട യാസിർ അബു ഷബാബ്. ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം എങ്ങനെയാണ് സംഭവിച്ചത്, അതിന് പിന്നിൽ ഹമാസ് ആണോ എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും സൊറോക്ക ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും പരിക്കേറ്റ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ഇസ്രായേൽ നേതൃത്വം ഇസ്രായേൽ വാർത്താമാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസിനെതിരായിട്ട് അവർ മുന്നിൽ കണ്ടിരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സായുധ സംഘത്തെയായിരുന്നു ഈ യാസറിലൂടെ അവർ രൂപപ്പെടുത്തിയെടുത്തത്. ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നൊരു ഘട്ടത്തിൽ പോലും സാലിഹ് അൽ ജഫറാവി എന്ന ഒരു മാധ്യമ പ്രവർത്തകരെ ഈ അബൂ ഷബാബ് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിക്കുന്ന ഒരു വിയോഗം കൂടിയായിരുന്നു മാധ്യമപ്രവർത്തകൻ്റെ. അത്രയും ക്രൂരമായിട്ടുള്ള ചെയ്തികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഫലസ്തീനികൾക്കിടയിൽ വലിയ തോതിൽ വിഭജനമുണ്ടാക്കാനും ഈ ഹമാസിനെതിരായിട്ടുള്ള ഒരു നിര കെട്ടിപ്പടുക്കാനുമായിരുന്നു ഈ ഒരു സായുധ സംഘത്തിലൂടെ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് ഇന്നിപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് യാസറിൻ്റെ കൊലയിലൂടെ ഒരു അന്ത്യമായിരിക്കുന്നത്. ഇത് ഇസ്രായേൽ നേതൃത്വത്തെ വലിയ തോതിൽ ഞെട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തരമായിട്ട് സുരക്ഷാ സമിതി യോഗം ചേരുകയും റഫ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ അനീഷ ചോദിച്ച 2ാമത്തെ കാര്യം, റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തത നിലനിൽക്കുകയാണ്. കാരണം ഈജിപ്തിലേക്കുള്ള അതിർത്തി മാത്രം തുറക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഗസയിൽ നിന്ന് ഫലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാം, പക്ഷെ അവർക്ക് മടങ്ങി വരാൻ അനുമതി ഉണ്ടാകില്ല എന്നുകൂടി പറയുന്നതിൻ്റെ അർത്ഥം
ഈ ഗസയിൽ നിന്ന് ഈ ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള നേരത്തെയുള്ള ആ പദ്ധതിയുടെ ഒരു പ്രയോഗവൽക്കരണം മാത്രമാണ്. അത് തങ്ങൾ അംഗീകരിക്കുകയില്ല. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിർത്തി കൂടി തുറക്കുകയും അങ്ങനെ ഈജിപ്തിലേക്ക് വരുന്ന ആളുകൾക്ക് തിരിച്ചു പോരാനുള്ള ഒരു അവസരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതിക്ക് തങ്ങൾ പിന്തുണ നൽകൂ എന്നാണ് ഈജിപ്ത് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റഫ അതിർത്തി തുറക്കുക എന്ന ആ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഇസ്രായേൽ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇനിയും ഉണ്ടായിട്ടുമില്ല. അനീഷ, നാസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാസിർ അബു ഷബാബിന്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചേരാനിരിക്കുന്ന ക്യാബിനറ്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാകുക? വീണ്ടും ഒരു വലിയ ആക്രമണത്തിനുള്ള സാധ്യതയാണോ അത്? അനീഷ, ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കണമെന്ന് ഇസ്രായേൽ നേതൃത്വം തീരുമാനിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വൈകിട്ട് മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ നേതൃത്വവും ഇസ്രായേലുമായിട്ട് ആശയവിനിമയം തുടരുന്നുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾ അത് പാലിക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാമെന്ന ഒരു ധാരണ രൂപപ്പെട്ടതായിട്ട് ഇന്നലെയൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ യാസിർ അബു ഷബാബിന്റെ ഈ കൊലപാതകം നടന്നതോടുകൂടിയാണ് ഇസ്രായേലിന് വലിയ തോതിലുള്ള ഒരു ആഘാതം ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾ തന്നെയാണ് യാസിറിനെ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഹമാസ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഒന്നും ഇതുവരെയും അവർ രംഗത്ത് വന്നിട്ടുമില്ല. എന്തായാലും ഈ ഫലസ്തീനികൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള ഒരു വിഭജനം സൃഷ്ടിക്കാനും അങ്ങനെ ഫലസ്തീൻ താല്പര്യങ്ങളെ ഹനിക്കാനും ഇസ്രായേൽ ആയുധവും മറ്റ് സാമ്പത്തിക സഹായവും എല്ലാം നൽകിക്കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു സൈനിക വിഭാഗം കൂടിയാണ് ഇന്ന് ഈ യാസറിന്റെ കൊലപാതകത്തിലൂടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഭാവിയിൽ ഈ ഹമാസിനെ പൂർണ്ണമായിട്ടും തകർക്കാനോ അല്ലെങ്കിൽ ഈ ഫലസ്തീൻ ജനതയ്ക്കുള്ളിൽ വലിയ തോതിൽ വിഭാഗീയത രൂപപ്പെടുത്താനുമുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളായിരുന്നു ഇസ്രായേൽ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി വലിയ തോതിൽ സാമ്പത്തിക പിന്തുണയും നിരവധി ആയുധങ്ങളും ഈ സൈനിക വിഭാഗത്തിന് അവർ കൈമാറിയിരുന്നു. അതാണ് ഇന്നിപ്പോൾ പൊടുന്നനെയുള്ള ഈ ഒരു ആക്രമണ സംഭവത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് യാസിർ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സൈന്യം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും വലിയ തോതിൽ തന്നെ അതിക്രമങ്ങൾ ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെയാണ് ദക്ഷിണ ലെബനാന് നേരെ ഇന്ന് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗസയിലും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഈ അശാന്തി പടരുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. അനീഷ, ഏതായാലും ഒരു വർഷത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. 6 പേർ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് MC നാസറാണ്. ഇന്ത്യയുടെ പിന്തുണ എന്നും ഫലസ്തീൻ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫലസ്തീനിലെ മനുഷ്യർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കണമെന്നും ഭീകരവാദത്തെ എപ്പോഴും അപലപിക്കണമെന്നും ഡൽഹിയിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിന് നൽകിയ സന്ദേശത്തിൽ മോദി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ഫലസ്തീന് അനുകൂലമായി 100 കണക്കിന് പ്രമേയങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും വാക്കുകളിൽ മാത്രമാണെന്ന് ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് പറഞ്ഞു. Allow me to read the message of Prime Minister Shri Narendra Modi. As the world observes the International Day of Solidarity with the Palestinian people, I reiterate India's strong support to the Palestinian people and our commitment towards their development, prosperity and well-being. No one is safe until everyone is safe. Our suffering does not continue because the law is unclear or the bad ambiguous, but because there is no international will to enforce the international law and adopted resolution. സൗദി അറേബ്യ നടപ്പാക്കാൻ പോകുന്ന ചരക്കു നീക്ക ട്രെയിൻ പദ്ധതിയിലൂടെ റോഡുകളിൽ നിന്നും 15 ലക്ഷം ട്രക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ഗതാഗത മന്ത്രി. 10 പുതിയ ട്രെയിനുകൾക്ക് സൗദി ഓർഡർ നൽകിയിട്ടുണ്ട്. ജിദ്ദ റിയാദ് 4 മണിക്കൂറിൽ യാത്ര ചെയ്യാവുന്ന ട്രെയിൻ പദ്ധതിയും നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി റിയാദിൽ പറഞ്ഞു. വിശാൽ ചെർപ്പുളശ്ശേരി റിയാദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. റിയാദ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദിയുടെ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തിരിതെളിയിക്കുന്നതായിരിക്കും ഈ പദ്ധതി. എങ്ങനെയാണ് ഈ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴാണ് ഇത് പ്രാബല്യത്തിലാകാൻ പോകുന്നത്? മിഷാൽ.
ട്രെയിൻ വഴിയുള്ള ചരക്ക് നീക്ക പദ്ധതിയിലാണ് സൗദി അറേബ്യ. ഇതിനായി പ്രത്യേക ചരക്ക് നീക്ക ട്രെയിനുകൾ ഉപയോഗിക്കാനാണ് പദ്ധതി. ഗതാഗത മന്ത്രി സ്വാലിഹ് അൽ ജാസറാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ചരക്ക് നീക്കം ഈ ട്രെയിനിലൂടെ ആകുന്നതോടുകൂടി റോഡിലെ തിരക്ക് കുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 15 ലക്ഷത്തിലധികം ട്രക്കുകളാണ് ഈ ഒരു സേവനവുമായി ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് റോഡിലൂടെ സേവനം നൽകുന്നത്. ഈ 15 ലക്ഷത്തിലധികം ട്രക്കുകളെ ചരക്ക് നീക്കം ട്രെയിനിലൂടെ ആകുന്നതോടുകൂടി തിരിച്ചു വിളിക്കാൻ കഴിയും. ഇത് വലിയ രീതിയിലുള്ള റോഡ് തടസ്സങ്ങളും റോഡ് ട്രാഫിക്കും കുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുക. അതിനപ്പുറം വലിയ രീതിയിലുള്ള ഇന്ധന ലാഭവും ഇതിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 30 മില്യണിലധികം ചരക്കായിരിക്കും ഈ രീതിയിൽ നീക്കാൻ കഴിയുക എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൂട്ടൽ. നിലവിൽ റെയിൽ നെറ്റ്വർക്ക് 5500 കിലോമീറ്റർ ആണ് നിലവിലുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ഇത് 8000 കിലോമീറ്ററായി ഉയർത്തും. ലോജിസ്റ്റിക്സ് മേഖലയെ വികസിപ്പിക്കുകയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സൗദി നിലവിൽ എണ്ണ ഇതര മേഖലകളിൽ വിവിധ മേഖലകളിൽ ലോജിസ്റ്റിക്സ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയുടെ വില പലപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നതിനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവിധ മേഖലകളിൽ സൗദി ഇത്തരത്തിലുള്ള പദ്ധതികളും നിക്ഷേപങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ഒരു പദ്ധതി നടപ്പാകുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുടെ കേന്ദ്ര ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറാൻ സൗദിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിദ്ദ, റെഡ് സീ, ദമാം, റിയാദ് തുടങ്ങിയ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആയിരിക്കും റെയിൽ നെറ്റ്വർക്ക് പുരോഗമിക്കുക. ഇതിലൂടെ വലിയ രീതിയിലുള്ള സമയലാഭത്തിനുള്ള സാധ്യത ഉണ്ട്. റിയാദിൽ നിന്നും ഏകദേശം 4 മണിക്കൂറിനകത്ത് ഈ ഒരു ജിദ്ദയിലെത്താൻ കഴിയുന്ന രീതിയിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. 58,000 റിയാൽ ആണ് പ്രാഥമികമായി ഇതിന്റെ ചെലവായി കണക്കുകൂട്ടുന്നത്. അതുപോലെ തന്നെ യാംബു, കിങ് അബ്ദുള്ള പോർട്ട് തുടങ്ങിയ പ്രധാന വ്യവസായ നഗരങ്ങളെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പാക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിലും ഏറ്റവും കൂടുതലും വളരെ സിമ്പിളായിക്കൊണ്ട് ഈ ഒരു ചരക്ക് നീക്കം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്ന യാത്രക്കാർക്ക് മാത്രമായിട്ടുള്ള 10 പുതിയ ട്രെയിനുകളും അനുവദിക്കുമെന്നും മന്ത്രി ഇതോടൊപ്പം അറിയിച്ചു. മിഷാലാണ് വിവരങ്ങൾ നൽകിയത്. സ്ട്രീറ്റ് ഫുഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സൗദി അറേബ്യ. റോയൽ കമ്മീഷന്റേതാണ് പദ്ധതി. പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുക റിയാദിലായിരിക്കും. നൈറ്റ് ലൈഫ് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സൗദിയിൽ നൈറ്റ് ലൈഫ് കളറാകാൻ പോവുകയാണ്. ഇതിനായി സ്ട്രീറ്റ് ഫുഡ് പദ്ധതി നടപ്പാക്കും. റിയാദിലായിരിക്കും പദ്ധതി. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ. തനത് തെരുവ് ഭക്ഷണാനുഭവങ്ങൾ നൽകുക, നഗരത്തെ രാത്രികാലങ്ങളിലും സജീവമാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. കാൽനടയാത്ര പ്രോത്സാഹിപ്പിക്കുക, ബജറ്റിലൊതുങ്ങുന്ന ഭക്ഷണ ഓപ്ഷനുകൾ ലഭ്യമാക്കുക, ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുക എന്നിവയും ലക്ഷ്യമാണ്. തണുപ്പ് തുടങ്ങിയതോടെ റിയാദിലടക്കം രാത്രികാലങ്ങൾ സജീവമാണ്. നൂർ റിയാദ് ഫെസ്റ്റ്, റിയാദ് സീസൺ തുടങ്ങിയവ ഒരുക്കി നഗരം സജീവമാക്കുകയാണ് സൗദി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ വാരാന്ത്യം മുതൽ ഈർപ്പം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് ഭാഗികമായി മേഘാവൃത കാലാവസ്ഥയും ചെറുമഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തെക്കുകിഴക്കൻ ഈർപ്പമുള്ള കാറ്റിന്റെ സ്വാധീനത്താൽ പല പ്രദേശങ്ങളിലും ദൃശ്യപരത കുറയാൻ സാധ്യതയുണ്ട്. അടുത്തയാഴ്ചയോടെ താപനിലയിൽ ക്രമേണ ഇടിവ് അനുഭവപ്പെടുകയും ശൈത്യകാലത്തിന് തുടക്കമാവുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഇസാ റമദാൻ അറിയിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ശക്തമായ കാറ്റോടുകൂടിയ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സൗദിയുടെ കിഴക്കൻ പ്രദേശങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ന് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസീർ, അൽ ബാഹ, മക്ക, മദീന, ഫായിൽ, അൽ ജൌഫ് എന്നീ പ്രവിശ്യകളിലും മഴയെത്തും. കാലാവസ്ഥാ മാറ്റത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ തണുപ്പും വർദ്ധിച്ചു. ദമാം, അൽഹസ, ജുബൈൽ, കോബാർ തുടങ്ങി സൗദിയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ പ്രദേശങ്ങളിൽ കടുത്ത മൂടൽമഞ്ഞുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ത്വായിഫ് ഉൾപ്പെടെ മക്കയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. തുറൈഫ് അടക്കമുള്ള സൗദിയുടെ വടക്കൻ അതിർത്തികളിൽ പൊടിക്കാറ്റുമുണ്ടാകും. അസീർ, അൽബഹ, ഹായിൽ, മദീന പ്രവിശ്യകളിൽ ഇന്നും മഴയെത്തി. അബഹ, അൽ ഖുറയാത്ത് എന്നിവിടങ്ങളിലാണ് സൗദിയിലെ ഏറ്റവും കുറഞ്ഞ താപനില. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് വരും ദിനങ്ങളിലും മഴ തുടരും.
കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാനിൽ ഡിസംബർ 5-6 തീയതികളിൽ മിക്ക ഗവർണറേറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. നേരിയതും ഒറ്റപ്പെട്ടതുമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. രാജ്യത്ത് പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. മുസദ്ദം ഗവർണറേറ്റിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും CAA പുറത്തിറക്കിയ കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തറിലെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും രാത്രിയോടെ മൂടൽമഞ്ഞുള്ളതുമായ അന്തരീക്ഷം അനുഭവപ്പെടുമെന്നും വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിൽ വാടക കരാർ കൈമാറ്റ സേവനത്തിന് തുടക്കമിട്ട ഇജാർ പ്ലാറ്റ്ഫോം. കാലാവധിയുള്ള വാടക കരാറുകൾ ഇജാർ വഴി ഇനി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാം. വ്യക്തികൾക്ക് അവരുടെ കരാർ റദ്ദാക്കാതെ അവശേഷിക്കുന്ന കാലാവധി മറ്റൊരാൾക്ക് നൽകാനാകും എന്നതാണ് പ്രത്യേകത. കെട്ടിട ഉടമയുടെ അനുമതിയോടുകൂടിയാണ് കൈമാറ്റം സാധ്യമാകുക. സൗദിയിൽ താമസ വാണിജ്യ കെട്ടിടങ്ങൾക്ക് നിർബന്ധമാക്കിയ വാടക കരാർ കൈമാറ്റം ചെയ്യുന്ന സേവനത്തിന് തുടക്കമിട്ട് ഇജാർ പ്ലാറ്റ്ഫോം. നിലവിലുള്ള കരാർ റദ്ദാക്കുകയോ പുതിയത് ഉണ്ടാക്കുകയോ ചെയ്യാതെ തന്നെ ഒരു വാടകക്കാരനിൽ നിന്നും മറ്റൊരാളിലേക്ക് അവകാശങ്ങളും കടമകളും കൈമാറാൻ അനുവദിക്കുന്നതാണ് പുതിയ രീതി. കെട്ടിട ഉടമയുടെ അംഗീകാരത്തോടെയാണ് ഇത് സാധ്യമാകുക. പുതുതായി കെട്ടിടം ഏറ്റെടുക്കുന്നയാൾ ഇലക്ട്രോണിക് രീതിയിൽ കരാർ സ്വീകരിക്കുന്നതിനുള്ള അഭ്യർത്ഥന സമർപ്പിക്കണം. ഇജാർ പുതിയ വാടകക്കാരന്റെ വിവരങ്ങൾ അവലോകനം ചെയ്ത് ഇലക്ട്രോണിക് രീതിയിൽ രേഖപ്പെടുത്തും. നിലവിലുള്ള കരാർ അതേ നിബന്ധനകളോടെ ശേഷിക്കുന്ന കാലയളവിലും തുടരാൻ പുതിയ വ്യക്തിയെ അനുവദിക്കുന്നതാണ് രീതി. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. ശുചിത്വവും മാലിന്യ നിയന്ത്രണ നിയമങ്ങളും പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനായി കുവൈത്ത് മുനിസിപ്പാലിറ്റി ഫീൽഡ് പരിശോധന ശക്തമാക്കി. പബ്ലിക് ഹൈജീൻ, റോഡ് ഒക്യുപ്പൻസി വിഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി. മുബാറക് അൽ കബീർ ഗവർണറേറ്റിൽ നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട 45 വാഹനങ്ങൾ, സ്ക്രാപ്പ് മെറ്റൽ, ബോട്ടുകൾ, കണ്ടെയ്നറുകൾ, മോട്ടോർ സൈക്കിളുകൾ എന്നിവ മുനിസിപ്പാലിറ്റി നീക്കം ചെയ്തു. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾക്കും അനധികൃതമായി സ്ഥാപിച്ച കണ്ടെയ്നറുകൾക്കും നീക്കം ചെയ്യൽ നോട്ടീസ് നൽകിയതായി അധികൃതർ അറിയിച്ചു. സൗദിയിലുള്ളവർക്ക് കൂടുതൽ കാലം ജീവിക്കാനാകുമെന്ന് പുതിയ കണക്കുകൾ. സൗദി പൗരന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം ഉയർന്നതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. 74 വയസ്സായിരുന്ന ശരാശരി ആയുർദൈർഘ്യം 2025 എത്തിയപ്പോൾ 80 വയസ്സായി ഉയർന്നതായാണ് കണക്ക്. സൗദി പൗരന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം ഉയർന്നതായി സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജലാണ് അറിയിച്ചത്. റിയാദിൽ നടന്ന ബജറ്റ് ഫോറം 2026 സൗദിയുടെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ വിശദീകരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. 2026 74 വയസ്സായിരുന്നു ശരാശരി ആയുർദൈർഘ്യം. 2025 എത്തിയപ്പോൾ 80 വയസ്സായി ഉയർന്നു. ഈ കാലയളവിൽ റോഡപകട മരണങ്ങൾ 60% കുറഞ്ഞിരുന്നു. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളെ തുടർന്നുള്ള മരണങ്ങളിലും കുറവ് വന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. വിഷൻ 2030 ഭാഗമായി ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം മികച്ചതാക്കി. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും വരും വർഷങ്ങളിലും തുടരുമെന്ന് മന്ത്രി പറഞ്ഞു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ വ്യാജ ഔദ്യോഗിക രേഖകളും സിവിൽ ID ഡാറ്റ കൃത്രിമവുമായി ബന്ധപ്പെട്ട സംഘത്തെ ഫർവാനിയ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഒരാൾ ഏഷ്യൻ പൗരനും 2 പേർ അറബ് പൗരനുമാണ്. അബ്ബാസിയ, ഫർവാനിയ മേഖലകളിലെ കെട്ടിടങ്ങളുടെ ഓട്ടോമേറ്റഡ് നമ്പറുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃത വിലാസമാറ്റം നടത്തുകയായിരുന്നു സംഘം. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ച റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലായി ആഴ്ചയിൽ 4 ഫ്ലൈറ്റുകളാണ് ഉണ്ടാവുക. റിയാദിനെ കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബാങ്കോക്കിലേക്കുള്ള പുതിയ സർവീസ്. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മുൻ ചെയർമാൻ ഡോക്ടർ സതീഷ് നമ്പ്യാർ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ സതീഷ് നമ്പ്യാർ 1981 ഒമാനിലെത്തി. 1984 ISC അംഗമാകുന്നത്. ക്ലബിന്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച അദ്ദേഹം തുടർച്ചയായി 26 വർഷം ചെയർമാനായിരുന്നു. മുൻ ചെയർമാന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ക്ലബ്ബ് ദുഃഖം രേഖപ്പെടുത്തി. ഒമാൻ അടുത്തിടെ പ്രഖ്യാപിച്ച 10 വർഷത്തെ ഗോൾഡൻ റെസിഡൻസ് വിസ ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. നിക്ഷേപകർ, സംരംഭകർ, അന്താരാഷ്ട്ര തലത്തിൽ സഞ്ചരിക്കുന്ന കുടുംബങ്ങൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഒമാൻ ഗോൾഡൻ റെസിഡൻസി വിസ അവതരിപ്പിച്ചത്.
വിവരങ്ങൾ നജ്മ മജീദ് നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. നജ്മ ഈ പറഞ്ഞതുപോലെ തന്നെ ഒമാൻ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസ വീണ്ടും സജീവ ചർച്ചയാകുകയാണ് ആഗോളതലത്തിൽ. ആർക്കൊക്കെയാണ് ഈ ഗോൾഡൻ വിസ ലഭിക്കുന്നത്? ഒപ്പം തന്നെ ഇതിന്റെ നേട്ടങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് നജ്മ? അനീഷ, നമ്മളൊരു തെല്ല അത്ഭുതത്തോടെ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ GCC കൺട്രീസിലെ ഗോൾഡൻ വിസ നേടുന്ന പ്രമുഖരെ കുറിച്ചൊക്കെ. അത്തരം വാർത്തകൾ നിരന്തരം വരാറുമുണ്ട്. ഇപ്പോൾ ഇതാ ഒമാൻ്റെ ഗോൾഡൻ വിസയും ചർച്ചയാവുകയാണ്. അത് ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആ വിസ നേടാനാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 ലക്ഷം റിയാലിന് മുകളിൽ ആസ്തിയുള്ളവർക്കാണ് ആ ഗോൾഡൻ വിസ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ മാനദണ്ഡമാണ്. അത് മറികടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു നേട്ടം കൈവരിക്കുന്നവർക്ക് മാത്രമാണ് ഗോൾഡൻ വിസ ലഭ്യമാകുക. അടുത്തത് ആർക്കാണ് എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകളിൽ പൂർത്തിയാക്കിയ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കുന്നവർക്കാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു റിയൽ എസ്റ്റേറ്റ് യൂണിറ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല, ഇൻ്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകളിൽ പൂർത്തിയാക്കിയ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളുള്ളവർക്കും ഗോൾഡൻ വിസ ലഭ്യമാകും. അടുത്തതായി 2 ലക്ഷം റിയാലിന് മുകളിൽ ബാങ്ക് നിക്ഷേപം ഉള്ളവർക്കാണ്. ഒരു 5 വർഷത്തൊരു സമയ പരിധി പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ലക്ഷം റിയാലിന് മുകളിൽ നിങ്ങൾക്ക് ബാങ്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ, ഒമാൻ ഏർപ്പെടുത്തിയ ഗോൾഡൻ വിസ സ്വന്തമാക്കാം. അടുത്തതായി സർക്കാർ വികസന ബോണ്ടുകൾ വാങ്ങിയവർക്കാണ്. സർക്കാരിൻ്റെ ഏതെങ്കിലും വികസന പദ്ധതികളിലെ ബോണ്ടുകൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഗോൾഡൻ വിസ സ്വന്തമാക്കാം. അടുത്തത് 50-ലധികം ഒമാനികളെ ജോലിക്ക് നിയമിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഒമാൻ്റെ ഗോൾഡൻ വിസ സ്വന്തമാക്കാം. അത് മറ്റേതെങ്കിലും രാജ്യത്തെ ആളുകളെ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ 50-ലധികം ആളുകൾ ഒമാനികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ സാധിക്കുക. അടുത്തതായി ഒമാൻ്റെ വിദേശ നിക്ഷേപ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഒരു പങ്കാളിയെയോ മുതിർന്ന പ്രൊഫഷണലെയോ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. നിങ്ങൾക്കൊരു കമ്പനിയുണ്ട്, അതൊരു ഒമാൻ്റെ വിദേശ നിക്ഷേപ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന പങ്കാളിയെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലെയോ നിങ്ങൾക്ക് ഈ ഗോൾഡൻ വിസയ്ക്കായി നിർദ്ദേശിക്കാം. അവർക്കും ഈ ഒമാൻ്റെ ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നുള്ളതാണ്. അടുത്തതായി ലിസ്റ്റഡ് ഓഹരികൾ ഉള്ളവർ, 2 ലക്ഷം രൂപയുടെ മുകളിൽ 2 ലക്ഷം ഒമാനി റിയാലിന് മുകളിൽ ലിസ്റ്റഡ് ഓഹരികൾ ഉള്ളവർക്കും ഒമാൻ്റെ ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നുള്ളതാണ്. അടുത്തതായി ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ ഗോൾഡൻ വിസ ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്നുള്ളതാണ്. മറ്റ് വിസയിൽ നിന്നും എങ്ങനെയാണ് ഈ ഗോൾഡൻ വിസ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് നോക്കുമ്പോൾ വിമാനത്താവളങ്ങളിലും അതിർത്തി പോയിന്റുകളിലും ഫാസ്റ്റ് ട്രാക്ക് ലൈനുകൾ ഉണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് യാത്രയിലേക്ക് കടക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ടൂറിസം മേഖലകൾക്ക് പുറത്ത് അധിക സ്വത്ത് നേടാൻ സാധിക്കും. അതെല്ലാം ഈ ഗോൾഡൻ വിസ ലഭ്യമായാലുള്ള ഗുണങ്ങളാണ്. അടുത്തതായി പ്രാദേശിക സ്പോൺസറുടെ സഹായമില്ലാതെ 3 വീട്ടുജോലിക്കാരെ വരെ നിങ്ങൾക്ക് നിയമിക്കാം. നിങ്ങളുടെ സ്പോൺസറുടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഒമാനിൽ ഒരു സ്ഥാപനം നടത്തുകയാണ്, നിങ്ങൾ അവിടെ ഒരു മുതലാളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറുടെ സഹായം ഇല്ലാതെ തന്നെ 3 വീട്ടുജോലിക്കാരെ നിങ്ങൾക്ക് നിയമിക്കാം എന്നുള്ളതാണ്. അതെല്ലാം ഈ ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ മാത്രം. മറ്റൊന്ന്, ബന്ധുക്കൾക്ക് വിസിറ്റ് വിസ നൽകാൻ സാധിക്കും. അത് സാധാരണ എടുക്കുന്ന വിസിറ്റ് വിസകളുടെ വലിയ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ലോകത്ത് എവിടെ നിന്നും ഓൺലൈനായിട്ട് ഇത് അപേക്ഷിക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും ഓൺലൈനായിട്ട് അപേക്ഷിച്ച് ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നുള്ളതാണ്. യെസ്, നജ്മ മജീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്തയിലേക്കാണ്. ചെങ്കടലിൽ കപ്പൽ ആക്രമിച്ച് യമനിലെ ഹൂത്തികൾ ബന്ദികളാക്കിയ മലയാളികൾ അടക്കമുള്ളവരുടെ മോചനത്തിൽ നിർണായക ഇടപെടൽ നടത്തിയത് ഒമാൻ. ആലപ്പുഴ കായംകുളം സ്വദേശി അനിൽകുമാർ രവീന്ദ്രൻ അടക്കം 11 പേരെയാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച് മസ്കത്തിലേക്ക് എത്തിച്ചത്. മോചനത്തിനായി ഇടപെടൽ നടത്തിയ ഒമാൻ സുൽത്താന് ഇന്ത്യ നന്ദി അറിയിച്ചു. ഒമാന്റെ നയതന്ത്ര ഇടപെടലിലൂടെയാണ് ബന്ദികളുടെ മോചനം സാധ്യമായത്. യമനിലെ സന്നായിൽ നിന്ന് ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ കഴിഞ്ഞ ദിവസം 11 പേരെയും മസ്കത്തിലെത്തിച്ചിരുന്നു. തുടർന്ന് ഇവർക്ക് മസ്കത്തിൽ സ്വീകരണം നൽകി. എല്ലാ പൗരന്മാരെയും അതത് എംബസികൾക്ക് കൈമാറി. 10 പേർ ഫിലിപ്പീൻസ് സ്വദേശികളാണ്. അനിൽകുമാറിനെ മസ്കത്തിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അനിൽകുമാറിനെ യമനിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംയോജിത പരിശ്രമങ്ങളുണ്ടായെന്നും മോചനം സാധ്യമാക്കാൻ ഇടപെട്ട ഒമാൻ സുൽത്താനിന് നന്ദി അറിയിക്കുന്നതായും എംബസി പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 7-നാണ് ഗ്രീക്ക് കമ്പനികളുടെ ലൈബീരിയൻ രജിസ്ട്രേഷനുള്ള MV എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പൽ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ കടലിൽ മുങ്ങിയിരുന്നു. തുടർന്ന് ജീവനക്കാരെ ഹൂത്തികൾ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. മീഡിയ 1, മസ്കത്ത്.
മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഖത്തറിലെ പുരസ്കാര വിതരണം നാളെ പൊഡാർ പേൾ സ്കൂളിലാണ് പരിപാടി. സാമൂഹിക സാംസ്കാരിക വ്യവസായ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. അൽവക്ര മഷാഫിലെ പൊദാർ പേൾ സ്കൂളിൽ വൈകിട്ട് 4 മുതലാണ് പുരസ്കാര ചടങ്ങ്. ഖത്തർ ഇന്ത്യൻ എംബസി കൗൺസിലർ, ഹെഡ് ഓഫ് ചാൻസറി ആൻഡ് കോൺസുലർ വൈഭവ് തണ്ടാലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഖത്തർ മ്യൂസിയംസ് ലേണിംഗ് ആൻഡ് ഔട്ട്റീച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ ഇമാൻ അബ്ദുള്ള, ആർട്ട്, ഫാഷൻ ആൻഡ് കൾച്ചറൽ ഡിപ്ലോമസി ഫൗണ്ടർ ഫർഹാൻ അൽ ഷെയ്ഖ് അൽ സെയ്ദ്, ഖത്തർ പീസ് അംബാസഡർ ഡോക്ടർ മർവത്ത് ഇബ്രാഹിം, അൽ റായ ഗൾഫ് ടൈംസ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ഹസൻ അലി അൻവർ, മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ്, ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. 400-ലേറെ വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങും. കേരള സിലബസ്, CBSE, ICSE എന്നിവയിൽ ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് +2 ഫൈനൽ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ കരസ്ഥമാക്കിയവരെയും 90% അതിനു മുകളിലോ മാർക്ക് നേടിയവരെയുമാണ് മീഡിയ വൺ ആദരിക്കുന്നത്. സൗദി, UAE, ഒമാൻ രാഷ്ട്രങ്ങളിലെ പുരസ്കാര ദാന ചടങ്ങുകൾക്ക് ശേഷമാണ് ദോഹയിൽ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് എത്തുന്നത്. മീഡിയ വൺ, ദോഹ. ആട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓടിപ്പോകാതെ സാമ്പത്തിക രംഗത്തടക്കം നിർണായക ശക്തിയാകാനാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളടക്കം പിന്നാക്ക വിഭാഗങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് പ്രവാസി വ്യവസായി ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദ് അലി. ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 20ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃരാജ്യത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 20 കോടിയിലേറെ വരുന്ന പിന്നാക്ക വിഭാഗങ്ങൾ ഇന്ത്യയിലെ സാധ്യതകൾ തിരിച്ചറിയണമെന്നും നിക്ഷേപത്തിന് തയ്യാറാകണമെന്നും ഗൾഫാർ മുഹമ്മദ് അലി പറഞ്ഞു. We can demonstrate that our commitment to our motherland, because sometimes there are some bad news and you see that you are running away, but I would say that we 200 million of the Muslims and the other backward communities, they will have their place, correct place in India, and we should not run away, and we should do our responsibility to our country and to bring it to the at an economic power in the coming years. I would remind all of the Asmabians that give back, sponsor some students, give scholarship, give laboratories, give some institutions. അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ MES സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, DSL ഷിപ്പിംഗ് കമ്പനി സ്ഥാപകൻ അഹമ്മദ് ഷബീർ, സംസ്ഥാന പുരസ്കാരം നേടിയ തിരക്കഥാകൃത്ത് PS റഫീഖ്, ഗായകരായ റഫീഖ് റൌമി, സ്റ്റാർ സിംഗർ ഫെയിം ജാസിം മുഹമ്മദ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ 20 നിറവിൽ എന്ന സുവനീർ MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, MES അലുമിനി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. നസീറുദ്ദീൻ, നസീർ അലി എന്നിവർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. UAE വ്യവസായ രംഗത്ത് സജീവമായ അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളായ ഫ്ലോറ ഗ്രൂപ്പ് സ്ഥാപകൻ VA ഹസൻ, ലുലു COO VI സലീം, ഹോട്ട്പാക്ക് MD PB അബ്ദുൽ ജബ്ബാർ, ഫൈൻ ടൂൾസ് MD VK ഷംസുദ്ദീൻ, അക്കഫ് ഭാരവാഹികളായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ചാൾസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. മീഡിയ വൺ, ദുബായ്. UAE 7 എമിറേറ്റിലും മണൽത്തരികൾ കൊണ്ട് UAE രാഷ്ട്രപിതാവിന്റെ ചിത്രം തീർത്ത് ശ്രദ്ധേയനാവുകയാണ് ദുബായിലെ ഒരു മലയാളി കലാകാരൻ. കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ നിജിത് ചന്ദ്രനാണ് 7 എമിറേറ്റിലേക്കും സഞ്ചരിച്ച് വേറിട്ട മണൽ ചിത്രം തീർത്തത്. അബുദാബിയിൽ നിന്ന് ആരംഭിച്ചതാണ് ഡോക്ടർ നിജിത് ചന്ദ്രന്റെ മണൽ തേടിയുള്ള യാത്ര. ദുബൈയിലും അജുമാനും കടന്ന് 3 ദിവസം പിന്നിട്ടാണ് 7 എമിറേറ്റിൽ നിന്നും മണൽ തരികൾ ഈ ചിത്രത്തിൽ ചേർത്തുവെച്ചത്. 7 സാൻഡ്സ് 7 എമിറേറ്റ്സ് എന്നായിരുന്നു ഈ ഉദ്യമത്തിന്റെ പേര്. 7 എമിറേറ്റിലെയും മണൽ കൊണ്ട് മുമ്പും കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ എമിറേറ്റിലുമെത്തി അവിടെ നിന്ന് ചിത്രം പൂർത്തിയാക്കുന്നതാണ് ഇതിലെ പുതുമയെന്ന് പറയുന്നു ഈ കലാകാരൻ. UAE 54ാമത് ദേശീയ ദിനാഘോഷം നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പോറ്റമ്മയായ രാജ്യത്തിന് വേണ്ടി ഒരു ആർട്ട് തയ്യാറാക്കാന്നുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് 7 എമിറേറ്റ്സിലെ മണൽ ഉപയോഗിച്ച് ആ ഓരോ എമിറേറ്റ്സും, അതായത് അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നമ്മുടെ മൾട്ടി പർപ്പസ് ഗ്ലൂ വെച്ച് നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യും. അതിലേക്ക് ആക്രിലിക് കളറിൽ ഈ ഒരു മണൽ മിക്സ് ചെയ്ത് ബ്ലാക്ക് കളർ ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാണ് ഈ ഒരു ചിത്രം. അജ്മാനിൽ നിന്ന് ഉമ്മുൽ ഖുവൈൻ, റാസൽ ഹൈമ, ഷാർജ എമിറേറ്റുകൾക്ക് ശേഷം ഫുജൈറയിലാണ് ചിത്രത്തിന്റെ അവസാന പണികൾ തീർത്തത്. ശേഷം അവിടെ നടന്ന ദേശീയ ദിനാഘോഷ ചടങ്ങിൽ ചിത്രം പ്രദർശനത്തിന് വെച്ചു. 5000-ഓളം പേർ ചടങ്ങിന് സാക്ഷിയാകാനെത്തി. 7 എമിറേറ്റുകളിൽ നിന്നുള്ള മണലിൽ തീർത്ത ഷെയ്ഖ് സായിദിന്റെ 7 ചിത്രങ്ങൾ പൂർത്തിയാക്കി ഓരോ എമിറേറ്റിലെയും ബന്ധപ്പെട്ടവർക്ക് സമ്മാനിക്കാനാണ് തീരുമാനമെന്ന് ഡോക്ടർ നിജിത് പറഞ്ഞു. മീഡിയ വൺ, ദുബായ്.
IMF മിഡിൽ ഈസ്റ്റ് സെൻട്രൽ ഏഷ്യ ഡയറക്ടർ ഡോക്ടർ ജിഹാദ് അസൂറിനെയും സംഘത്തെയും കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസബാഹ് ബയാൻ പാലസിൽ സ്വീകരിച്ചു. കൂടിക്കാഴ്ചയിൽ ധനകാര്യ ഊർജ്ജ വകുപ്പ് മന്ത്രിമാരും വിവിധ സാമ്പത്തിക വിഭാഗങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കുവൈത്തിന്റെ ദീർഘകാല സാമ്പത്തിക വികസനത്തിന് IMFുമായി സ്ഥിരതയുള്ള സംഭാഷണം നിർണായകമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒമാനിലെ ഖാബൂറയിൽ കാർ അപകടത്തിൽപ്പെട്ട മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് കുറ്റ്യാടി അസ്ഹർ ഹമീദാണ് മരിച്ചത്. സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. മസ്കത്തിൽ നിന്ന് അലി കൂട്ടായി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. അലി, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അനീഷ, ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടാകുന്നത്. കുറ്റ്യാടി സ്വദേശി പാലേരി ചെറിയകുമ്പളം വഴിയിൽ അസ്ഹർ ഹമീദാണ് മരണപ്പെട്ടത്. അസർ സഞ്ചരിച്ച കാർ കബൂറിൽ വെച്ച് ഡിവൈഡറിലിടിച്ചാണ് അപകടം സംഭവിക്കുന്നത്. ബിസിനസ് ആവശ്യാർത്ഥം സുഹാറിൽ നിന്ന് അസർ മടങ്ങുന്നതിനിടെയാണ് ദാരുണമായി അപകടം ഉണ്ടാകുന്നത്. കുടുംബത്തോടൊപ്പം മസ്കത്തിലെ റൂവിൽ താമസിക്കുകയാണ് അസർ. അസറിന്റെ പിതാവ് ഏതാനും വർഷം മുമ്പ് ഒമാനിലെ ഇബ്രിൽ ഇതുപോലെ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇന്ന് വൈകിട്ടാണ് ഇപ്പോൾ കബൂറയിൽ ദാരുണമായ അപകടത്തിൽ അസറിന്റെ മരണം സംഭവിക്കുന്നത്. അനീഷ, ശരി, അലിയാണ് വിവരങ്ങൾ നൽകിയത്. കുവൈത്തിലെ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെ സമ്പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. കുവൈത്ത് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിക്ക് സമീപമുള്ള ഇന്റർസെക്ഷൻ മുതൽ അമീരി ഹോസ്പിറ്റലിലേക്കുള്ള ഇന്റർസെക്ഷൻ വരെയുള്ള റോഡാണ് അടച്ചിടുക. ഖത്തർ വേദിയാകുന്ന ഫിഫ അറബ് കപ്പിൽ ഫലസ്തീന് വീരോചിത സമനില. ട്യൂണീഷ്യക്കെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ഫലസ്തീൻ സമനില പിടിച്ചുവാങ്ങിയത്. ആതിഥേയരായ ഖത്തറും സിറിയയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. അബ്ബാസ് മുഹമ്മദ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അബ്ബാസി പറഞ്ഞതുപോലെ തന്നെ ട്യൂണീഷ്യ സമനിലയിൽ തളച്ചിരിക്കുകയാണ്. ഫലസ്തീൻ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? ഒപ്പം ഖത്തർ സിറിയ മത്സരം പുരോഗമിക്കുകയാണ്. ഈ മത്സരം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അബ്ബാസ്. അനീഷ, അബ്ബാസിലേക്ക് തിരിച്ചെത്താം. ഖത്തറാണ് ഫിഫ അറബ് കപ്പിന് വേദിയാകുന്നത്. അതിൽ ഫലസ്തീൻ വീരോചിത സമനില പിടിച്ചിരിക്കുന്നു. ട്യൂണീഷ്യക്കെതിരെയാണ് ഫലസ്തീൻ സമനില പിടിച്ചിരിക്കുന്നത്. ആദ്യം 2 ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു ട്യൂണീഷ്യ. പിന്നാലെയാണ് ഫലസ്തീൻ സമനില പിടിച്ചു വാങ്ങിയത്. ഒരു ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു മത്സരം എന്ന് തോന്നിച്ചെങ്കിലും പിന്നാലെ ഫലസ്തീൻ മത്സരത്തിലേക്ക് തിരിച്ചെത്തുകയും സമനില പിടിച്ചു വാങ്ങുകയുമായിരുന്നു. ആതിഥേയരായ ഖത്തർ സിറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അബ്ബാസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ ഒരു ഘട്ടത്തിൽ ഫലസ്തീൻ പിന്നിലായി പോകുമോ എന്ന് തോന്നിയെടുത്ത് നിന്നുള്ള തിരിച്ചുവരവായിരുന്നു. ആ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? ഒപ്പം ഇപ്പോൾ പുരോഗമിക്കുന്ന ഖത്തർ സിറിയ മത്സരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിനെ എങ്ങനെ വിലയിരുത്താം? അനീഷ, വീരോചിതം എന്നൊക്കെ പറയാറില്ലേ, ഇതുപോലെയുള്ളൊരു പെർഫോമൻസ് ആണ് ഇന്ന് ഫലസ്തീൻ്റേതുണ്ടായിരുന്നത്. അഥവാ ആദ്യ മത്സരത്തിൽ ഖത്തറിനെതിരെ നേടിയ ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയം അതൊരു വൺ ടൈം വണ്ടർ അല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫലസ്തീൻ്റെ പോരാട്ടം. ശക്തരായ തുനീഷ്യക്കെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ഫലസ്തീൻ 2 ഗോൾ തിരിച്ചടിച്ച് സമനില പാലിക്കുന്നത്. ഇവിടെ കാണുന്നത് ഇപ്പോൾ ഫലസ്തീൻ ആരാധകരുടെ വിജയാഘോഷം പോലെയുള്ള ആഘോഷം തന്നെയാണ്. അഥവാ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 16-ാം മിനിറ്റിലും അതുപോലെ 51-ാം മിനിറ്റിലും ട്യൂണീഷ്യ ഗോൾ നേടുന്നു. തോൽക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഫലസ്തീൻ രണ്ടാം സെഷനിൽ കളിയുടെ 2-ാം പാതിയിൽ തിരിച്ചടിക്കുന്നു. 61-ാമത്തെ മിനിറ്റിൽ ഹാമിദ് അംദാനിൻ്റെ തകർപ്പൻ ഇടങ്കാരൻ വോളിയിലൂടെ അവർ ഗോൾ കണ്ടെത്തുന്നു. തൊട്ടു പിന്നാലെ 85-ാം മിനിറ്റിൽ കളി അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ശേഷിക്കെ എതിർ ഡിഫൻഡർമാർ തുനീഷ്യൻ പ്രതിരോധത്തിൻ്റെ എതിർ ഡിഫൻഡർമാർ ക്ലിയർ ചെയ്തൊരു പന്തെടുത്ത് തകർപ്പൻ വലങ്കാലി അടിയിലൂടെ സെയ്ദ് കുൻബർ എന്ന് പറയുന്ന ഫലസ്തീൻ്റെ താരം സ്കോർ ചെയ്യുന്നു. ഇതോടെ 2
2-2 എന്ന രീതിയിലേക്ക് കളി മാറുന്നു. അതുമാത്രമല്ല ഏറ്റവും ഒടുവിൽ 89ാമത്തെ മിനിറ്റിൽ അവസാനത്തെ മിനിറ്റിൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് തുനീഷ്യൻ താരമെടുത്ത ഒരു കിക്ക് ഗോൾ ഫലസ്തീൻ ഗോൾ കീപ്പർ തട്ടി അകറ്റുന്നു. അദ്ദേഹം കളിയിലെ ഹീറോ ആയി മാറുന്നു. ഇങ്ങനെ ഫലസ്തീൻ ഇന്നത്തെ കളിയിൽ വീരോചിതമായി തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി സമനില പിടിച്ചു വാങ്ങുന്നു. ഇതിൻ്റെ വിജയാഘോഷമാണ് ഇവിടെ ഇപ്പോൾ. ഇത് വിജയാഘോഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും വിജയത്തിന് സമാനമായ സമനില, ഈ സമനിലയുടെ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഫലസ്തീൻ ആരാധകർ നമ്മോട് കൂടെ ഫലസ്തീൻ്റെ പതാക അണിഞ്ഞു. هذا سوداني فوق سوداننا فوق شوف هذا السودان فوق كلهم كعب സുഡാന്റെ ആരാധകരാണ്. ഇന്നലെ സുഡാന്റെ കളി ഉണ്ടായിരുന്നു, സുഡാന്റെ ആരാധകരാണ്. പക്ഷെ ഇവർ അണിഞ്ഞിരിക്കുന്നത് പലസ്തീന്റെ പതാകയാണ്. പലസ്തീന്റെ പതാക പുതച്ചിരിക്കുന്നു. Do you watch the game today? فلسطين سودان سيم كلر I am in Sudan بل بس قدام بل ഓക്കെ. ഇവിടെ മലയാളികൾ അടക്കമുള്ള ആളുകളുണ്ട്. ഇവിടെ മലയാളികൾ കാസർഗോട്ടുകാരായിട്ടുള്ള, കണ്ണൂർക്കാരായിട്ടുള്ള, തൃശ്ശൂരുള്ള ഒരുപാട് ആളുകളൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ ആവേശം? അടിപൊളിയാണ്, ഉഷാറാണ്. സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പിന് 2022 അതേ ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ സൂക്കിലേക്ക് എത്തുമ്പോൾ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മളെ സൂക്കിലെത്തുമ്പോൾ സൂപ്പറായിരിക്കും. എന്ത് ആഘോഷങ്ങളും എവിടെ നാട്ടിലെവിടെയാ? നാട്ടിൽ കാസർഗോഡാണ്. ആണല്ലേ? ഇതിവിടെ മാത്രമേ, ഖത്തറിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അതെ, ഈ ആഘോഷം ഖത്തറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടിപൊളിയാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാൻ പറ്റും, സൂപ്പറായിരിക്കും. അപ്പോൾ ഫലസ്തീൻ കാണികൾ നമുക്ക് കാണാവുന്നത് പോലെ ഇവിടെ വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൂക്ക് വാക്കിൽ നിറയെ ആളുകളാണ്. ഹലോ, ഹൗ ആർ യു? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള? എങ്ങനെയുണ്ട്? നല്ല രസം. എല്ലാവരും ഒരൊറ്റ വാക്കിലാണ് നല്ല രസമുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഗസയിലെ സംഘർഷങ്ങൾ നമുക്കറിയാം. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്നത്തെ ഒരു മത്സരത്തിൽ സമനില കൈവരിച്ചതോടുകൂടെ ഈ ടൂർണമെൻറ്റിലെ 4 പോയിന്റുമായി അവർ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യൻ പട്ടത്തിലേക്ക് വരികയാണ്. അടുത്ത സ്റ്റേജിലേക്ക്, നോക്കൌട്ട് സ്റ്റേജിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും വിജയത്തോളം മധുരതരമായ ഒരു സമനിലയാണ് ഇന്ന് ഫലസ്തീന് ആദ്യ മത്സരത്തിൽ ലുസൈൽ സ്റ്റേഡിയത്തിലെ കാണികൾക്ക് മുമ്പിൽ നേടിയത്. രണ്ടാമത്തെ മത്സരം പുരോഗമിക്കുകയാണ്. ഖത്തറിലെ മത്സരം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ പിന്നിലൊക്കെ നമുക്ക് കാണാം. ഇത് ഏതായാലും വിജയത്തിനോട് സമാനമായ ഒരു സമനിലയിലേക്കാണ് ഫലസ്തീൻ എത്തിയിരിക്കുന്നത്. ട്യൂണീഷ്യയെ 2-2 സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ ആരാധകർക്ക് പങ്കെടുക്കാൻ സൗജന്യ ബസ് സർവീസ് ഒരുക്കി അധികൃതർ. ഏഷ്യൻ ടൗൺ, ബർവ ബറാഹ, ക്രീക്ക് സ്പോർട്സ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസ്. വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് കർവയുമായി സഹകരിച്ചാണ് യാത്രാ സൗകര്യം. വാർത്തയിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടൽ പ്രവാസികളും. പ്രവാസി കുടുംബങ്ങളുടെ നാട്ടിലുള്ള വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും വ്യക്തിഗത ബന്ധങ്ങൾ ഉപയോഗിച്ചും പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണി അനുകൂല സംഘടനകൾ. എന്നാൽ വിവാദങ്ങൾക്ക് പിറകെ പോകാതെ നാടിന്റെ നന്മയും വികസനവും മുൻനിർത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന പക്ഷമാണ് പുതുതലമുറയ്ക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രവാസി സംഘടനകൾ. പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ടുകൾ തങ്ങളുടെ മുന്നണികൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രവാസി ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്ക് ഒട്ടേറെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടും കഴിഞ്ഞ ഏകദേശം 10 വർഷക്കാലമായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടുമെന്ന് തന്നെയാണ് ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുറഞ്ഞ എണ്ണം വോട്ടുകൾക്ക് വിജയിക്കുന്നിടങ്ങളാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ പ്രവാസി വോട്ടുകൾ പലയിടത്തും നിർണായകമാകുമെന്ന കാഴ്ചപ്പാടാണ് പലർക്കും. പ്രവാസി വോട്ടുകൾക്ക് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ
മൂല്യം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. കാരണം 1-2 വോട്ടുകൾക്കൊക്കെ വിധി നിർണ്ണയിക്കപ്പെടുന്ന വാർഡുകൾ കേരളത്തിൽ എമ്പാടുമുള്ളതായിട്ട് നമുക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ചില വാർഡുകളിൽ 100-ലധികം പ്രവാസി വോട്ടുകളുള്ള വാർഡുകൾ വരെ കേരളത്തിൽ നിരവധി വാർഡുകൾ അത്തരത്തിലുണ്ട്. ഒരു പ്രവാസി സമൂഹം എന്നുള്ളൊരർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം ആ അർത്ഥത്തിലും കൂടി ഒരു രൂപമാറ്റം സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഇലക്ഷന് പോവാൻ ഇപ്പോൾ സാധിക്കാത്ത ഒരു പ്രശ്നമാണുള്ളത്. നാട്ടിൽ നിന്ന് വന്നപ്പോഴുള്ള പ്രശ്നം. എങ്കിലും എൻ്റെ മനസ്സ് നാട്ടിലാണുള്ളത്. നാട്ടിൽ ഇൻഷാ അല്ലാഹ് UDFൻ്റെ തരംഗം സൃഷ്ടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. രാഷ്ട്രീയത്തിനതീതമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നതാണ് പുതുതലമുറയുടെ കാഴ്ചപ്പാട്. നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പാർട്ടി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രവാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവാണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലപോലെ നോക്കി നമുക്ക് നാളെ ഒരു നല്ല നാടിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവരെയൊക്കെ നമുക്കൊരു തെറ്റ് പറ്റാത്ത രീതിയിൽ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് നമ്മുടെ നാടിനെ മുന്നോട്ടാക്കുക. പഞ്ചായത്ത് ഇലക്ഷന് നാട്ടിൽ ആര് ഉപകാരം ചെയ്യുന്നു അവരെ നമ്മൾ തിരഞ്ഞെടുക്കുക. പ്രാദേശിക തലത്തിൽ എത്ര ഉപകാരം കിട്ടുന്നു അവരാണ് സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട. രാഷ്ട്രീയം അതിൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇലക്ഷൻ ആകുമ്പം ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടാവും. പഞ്ചായത്ത് ഇലക്ഷന് നമ്മൾ പ്രവാസികൾ പൊതുവെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകാറില്ല. കാരണം ഭരണം മാറുന്നൊന്നുമല്ലല്ലോ. പ്രാദേശികമായിട്ട് ആര് ആ നാട്ടിൽ ഉപകാരം ചെയ്യുന്നു അവർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുക. വിന്റർ അവധി നേരത്തെയാക്കി വോട്ടെടുപ്പിൽ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പലരും. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. യുഎഇയിലെ പ്രമുഖ ജ്വല്ലറി സ്ഥാപനമായ നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറിയുടെ 4ാമത്തെ ഷോറൂം അബുദാബിയിൽ പ്രവർത്തനം ആരംഭിക്കും. ഹംദാൻ സ്ട്രീറ്റിൽ നടി തമന്ന ഭാട്ടിയ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 13-ന് വൈകുന്നേരം 5:30-ക്കാണ് അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ ഒരുപാട് ഓഫേഴ്സാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ മേക്കിംഗ് ചാർജിൽ വലിയൊരു ഇളവാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അറൗണ്ട് 50%. സാധാരണ നമ്മളൊരു 50% പറയുന്നത് പോലെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസ് ടാഗിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് 50. ഇതിലുപരി നമ്മളാണ് 2 ജെറ്റൂർ വാഹനങ്ങളാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. നിഷ്കയുടെ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ UAEയിൽ പ്രവർത്തനം ആരംഭിക്കും. ഇനി ഞങ്ങൾ വരുന്ന വർഷത്തിൽ ഞങ്ങൾ 5 ബ്രാഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു വർഷത്തിൽ എൻഡിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. മീന ബസാറിലാണ് നമ്മൾ ഈ വർഷം എൻഡിലല്ല, അത് ഫെബ്രുവരിയിലേക്കാണ് നമ്മൾ അതിൻ്റെ ലോഞ്ച് ചെയ്യുന്നത്. അത് നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് ഷോറൂമാണ്. അതൊരു പ്രീമിയം സ്റ്റോറായിട്ടാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു മാർക്കറ്റിനനുസൃതമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും ഒരു ഇൻസ്പയർഡ് ഫ്രം ഇന്ത്യൻ ട്രഡീഷൻ, ഒരു രാജസ്ഥാനി സ്റ്റൈലിലാണ് ഹവാ മഹലിൻ്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്യുന്നത്. നിഷ്ക മൊമെന്റസ് ജ്വല്ലറി ചെയർമാൻ നിഷിൻ തസ്ലീൻ, കോ ചെയർമാൻ VA ഹസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. യുഎഇയിലെ ധനവിനിമയ സ്ഥാപനമായ അൽ അൻസാരി ഫിനാൻഷ്യൽ സർവീസിന്റെ CEO റാഷിദ് അൽ അൻസാരി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച 100 CEOമാരുടെ പട്ടികയിൽ ഇടം നേടി. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പുറത്തിറക്കിയ ഈ വർഷത്തെ പട്ടികയിലാണ് അദ്ദേഹം സ്ഥാനം പിടിച്ചത്. മിഡിൽ ഈസ്റ്റിൽ 470 ശാഖകളും 6000-ലേറെ ജീവനക്കാരുമുള്ള സ്ഥാപനമാണ് അൽ അൻസാരി ഫിനാൻഷ്യൽ സർവീസസ്. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318 സിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ആകാശയാത്ര നടത്തി. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും BPCLും ഇൻഡിഗോ എയർലൈനും ഏതൻ ഹോളിഡേസും സഹകരിച്ച് അങ്കമാലി BRCക്ക് കീഴിലുള്ള 30 ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തിരുവനന്തപുരത്തേക്കാണ് ആകാശയാത്ര നടത്തിയത്. എയർപോർട്ട് ഡയറക്ടർ മനു യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KB ഷൈൻ കുമാർ, BPCL സ്റ്റേഷൻ മാനേജർ രാഹുൽ ഡിയോ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. സൗദിയും ബഹ്റൈനും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കരാറുകളിൽ ഒപ്പിട്ടു. മനാമയിൽ നടന്ന 4ാമത് സൗദി ബഹ്റൈൻ കോർഡിനേഷൻ കൌൺസിൽ യോഗത്തിലാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത്. യുഎഇയിൽ വരും ദിവസങ്ങളിൽ തണുപ്പേറും. താപനില 3 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും.
ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ദോഹ കോർണിഷിന്റെ വാട്ടർ ഫ്രണ്ടിലാണ് 70,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സമുച്ചയം സ്ഥാപിക്കുക. സൗദിയുടെ വ്യാവസായിക മേഖലയിൽ വലിയ വളർച്ചാ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച് വ്യവസായ ഉപമന്ത്രി ഖലീൽ ബിൻ സലാമ. 2035 രാജ്യത്ത് 36,000 ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ് പ്രഥമ ലക്ഷ്യം. ഇത് കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച നേട്ടത്തിന്റെ ഇരട്ടിയോളം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. യുണൈറ്റഡ് മാർഷൽ ആർട്സ് അക്കാദമി ഇന്റർനാഷണലിന്റെ 40ാം വാർഷികാഘോഷം നാളെ സമാപിക്കും. ഗ്രാഫ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മണി മുതലാണ് സമാപന പരിപാടി. ബോക്സർ ഷെയ്ഖ് ഫഹദ് ഖാലിദ് അൽ താനി മുഖ്യാതിഥിയാകും. ദുബായ് ഇൻക സ്റ്റേറ്റ് കമ്മിറ്റി UAE ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ രാജ്യക്കാരായ തൊഴിലാളികൾക്കായി മത്സരങ്ങളും മധുര വിതരണവും നടന്നു. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാസർകോട്ടെ മൊട്ടമ്മൽ ബ്രദേഴ്സ് ക്ലബ്ബ് ദുബായിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ ഹെർത്തി പേൾ ജേതാക്കളായി വിവിധ കലാകായിക പരിപാടികളും നടന്നു. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിന്റർ കാർണിവൽ സംഘടിപ്പിച്ച ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് നെംസ് ഹയാക്കും എന്ന പേരിലായിരുന്നു ആഘോഷം. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് കീഴിലുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ മദീനത്ത് ഖലീഫ മദ്രസ ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു. കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന DLF ലിറ്ററേച്ചർ ഫെസ്റ്റിന് മുന്നോടിയായി സ്പെഷ്യൽ സപ്ലിമെന്റ് D.Lit പ്രകാശനം ചെയ്തു. പ്രമുഖർ പങ്കെടുത്തു.